സോണി ഇപ്പോൾ ഒരു പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഡൈനാമിക് പ്രൈസിംഗ്. ഓരോ ഗെയിമിനും പല യൂസേഴ്സിനും പല വില. എല്ലാവർക്കും ഒരു റേറ്റിലല്ല ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ കാണിക്കുന്നത്. റീസൺ സിമ്പിൾ ആണ്. സോണിക്ക് അവിടെ റവന്യൂ കൂട്ടണം. സോ ഈ മാർച്ച് തൊട്ട് ഈ ഒരു ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ള ഗെയിമേഴ്സ് എങ്ങനെയാണ് കൂടുതൽ പൈസ ചിലവാക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ടെസ്റ്റിന്റെ മെയിൻ അജണ്ട. പ്രൈസ് മാറുമ്പോൾ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കമ്പനിക്ക് ഒബ്സർവ് ചെയ്യണം. സ്പൈഡർമാൻ, ഗോഡ് ഓഫ് വാർ പോലെയുള്ള ബിഗ് AAA ഗെയിംസിന് സോണി ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് 5% ഡിസ്കൗണ്ട് കാണിക്കുമ്പോൾ മറ്റു ചിലർക്ക് 18% വരെ കിട്ടുന്നുണ്ട്. അതായത് 150-ലധികം ഗെയിംസിൽ ഇപ്പോ ഈ AB ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, സോണി PC ഗെയിംസിനും ഒരു പണി കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ സോണിയുടെ ഗെയിംസ് PS5-ൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ PS5 എക്സ്ക്ലൂസീവ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മീൻസ് ഇനി സോണി ഗെയിംസ് എല്ലാം പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് മാത്രം. ഓൾവറിൻ പോലെയുള്ള അപ്കമിംഗ് ഗെയിംസിനും ഈ ഒരു ഡൈനാമിക് പ്രൈസ് അഫക്റ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.